നമസ്കാരം. ചുവപ്പ് നിറച്ചാണ് കാവിയാകുന്നത്. ഇവിടെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും അത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്താറുണ്ട്. കൂടുതൽ ആളുകൾ CPM-ൽ നിന്നാണ് BJP-യിലേക്ക് പോകുന്നത് എന്നവർ പറയുമ്പോൾ തിരിച്ച് കോൺഗ്രസ്സുകാർ പറയാറുണ്ട്, സണ്ണി ജോസഫിന്റെ സഹോദരൻ ഈ കഴിഞ്ഞ ദിവസം BJP-യിലേക്ക് പോയി. അതുപോലെ തന്നെ AK ആന്റണിയുടെ മകൻ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി BJP-യിലേക്ക് പോയി. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മരുമകൻ കൊടുങ്ങല്ലൂരിൽ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി. അങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളൊക്കെ പറയാറുണ്ട്. അതേസമയം തിരിച്ച് CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ BJP-യിലേക്ക് പോയതായിട്ട് പറയുമ്പോൾ അവരൊറ്റക്കാണ് പോയത്, പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, അവർ പോയത് അവരുടെ കൂടെ വേറെ ആരുമില്ല. അതേസമയം മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകൾ പത്മജ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല വാദങ്ങളൊക്കെ ഉയർത്താറുണ്ട്. നേതാക്കന്മാർ പോയ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കലഹിക്കാറുള്ളത്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ചുവപ്പ് നിറച്ചാണ് കാവിയാകുന്നത് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക്, അത് കുറച്ച് ഗൗരവമുള്ളതാണ്. അതിനെതിരെ അങ്ങനെ കാര്യമായ രീതിയിൽ ആരും ഒന്നും പറയാറില്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഈ പാർട്ടിയുടെ അടിത്തട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യാപകമായി അവർ BJP-യിലേക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ട്. പലപ്പോഴും ചെറിയ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാത്തതിന്റെ ഭാഗമായിട്ടാണ് CPIM-നോടുള്ള എതിർപ്പ്, ആ മുറുമുറുപ്പൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ BJP-യിലേക്ക് പോകാറാണ് പതിവ്. എന്നാലും ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിജയങ്ങൾ, ചില പരാജയങ്ങൾ അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നേമത്തും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും ഒക്കെ BJP-യാണ് വിജയിച്ചത്. കഴക്കൂട്ടത്ത് V മുരളീധരനാണ് വിജയിച്ചത്. അതുപോലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് വിജയിച്ചത്. നേമത്ത് V ശിവൻകുട്ടിയാണ് പരാജയപ്പെടുത്തിയത്. അവിടെ UDF സ്ഥാനാർത്ഥി ശബരിനാഥനായിരുന്നു. അതുപോലെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെയാണ് വിജയിപ്പിച്ചത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് 5000-ലധികം വോട്ടിന്റെ ലീഡുണ്ട്. കഴക്കൂട്ടത്തെ ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ലീഡ് ഞാൻ പറയുന്നില്ല. എന്തായാലും V മുരളീധരൻ അവിടെ വിജയിച്ചിരിക്കുന്നു. ഈ രണ്ട് സീറ്റുകളും CPIM-ന്റെ കൈകളിൽ ഉണ്ടായിരുന്ന സീറ്റുകളാണ്. CPM-നെയാണ് പരാജയപ്പെടുത്തി BJP അവിടെ ആ സീറ്റുകൾ പിടിച്ചെടുത്തത്. ഈ മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു, അന്തർധാര സജീവമായിരുന്നു. അതുപോലെ ചാത്തന്നൂർ സീറ്റ് CPI-യുടെ കയ്യിലുള്ള സീറ്റായിരുന്നു. ആ സീറ്റിൽ ഗോപകുമാർ എന്ന് പറയുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു NDA-യുടെ ഒരു സ്ഥാനാർത്ഥി, BJP-യുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ്, CPI-യുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റ്. അന്തർധാര സജീവമായി നിലനിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഇവിടെ ഈ ഒരു മണ്ഡലങ്ങൾ എന്ന് പറയേണ്ടി വരും. CPIM-ൽ നിന്നാണ് BJP-യിലേക്ക് കൂടുതൽ ഒഴുക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം പറയേണ്ടി വരും. അതേസമയം ഐക്യജനാധിപത്യ മുന്നണിക്ക്, മുസ്ലിം ലീഗിനൊക്കെ സ്വാധീനമുള്ള മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തോൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ ഇങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ, തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പോൾ BJP-ക്ക് വിജയിക്കാൻ കഴിയുന്നു. CPM സീറ്റുകൾ അതുപോലെ CPI സീറ്റൊക്കെ പിടിച്ചെടുത്ത് BJP അവിടെ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ ചുവപ്പ് നിറച്ച് തന്നെയാണ് കാവിയാകുന്നത്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചില ആളുകൾ, നേതാക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവരുടെ മക്കളൊക്കെ ഇവിടെ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പത്മജയൊക്കെ 8 നിലക്കാണ് പൊട്ടിയത്. അതായത് ഹാട്രിക് തോൽവിയാണ് തൃശ്ശൂരിൽ നിന്ന് പത്മജയ്ക്ക് കിട്ടിയത്. അവിടുത്തെ ആളുകളൊക്കെ വളരെ കൃത്യമായി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ഒരു തെറ്റവിടെ സംഭവിച്ചു, സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ളത്. എന്തായാലും അതിനി ആവർത്തിക്കില്ല എന്ന് തൃശ്ശൂരുകാർ വളരെ കൃത്യമായി പറയുന്ന പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റ് സംഭവിച്ചു എന്ന കാര്യം സമ്മതിക്കുന്നു, ഇനി ഉണ്ടാകില്ല, ആവർത്തിക്കില്ല, അത് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. പ്രവൃത്തിയിലൂടെ അത് അവർ കാണിച്ചു തരുന്നുണ്ട്. അതേസമയം തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ CPIM-വുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു, ചുവപ്പ് നിറച്ചവിടെ കാവിയാകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം.